കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം മാലിന്യമല്ലേ. നമ്മുടെ മുൻദ്വാര പിൻദ്വാരങ്ങളിലൂടെ വരുന്നത് മാലിന്യ കൂമ്പാരങ്ങളാണ്. ആ മാലിന്യം ചുമന്നിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്, ആ മാലിന്യം പേറിയിട്ടല്ലേ അവിടെ ഇരിക്കുന്നത്. നിന്റെ സൃഷ്ടിപ്പ് വിളിച്ചു പറയുന്നുണ്ട്, നീ ഒന്നിനും കൊള്ളാത്തവനാ, നീ അഹങ്കരിക്കാൻ യോഗ്യതയില്ലാത്തവനാ. ഒന്നാലോചിച്ചു നോക്ക്, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം മാലിന്യമാണ്. കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന് ഉപ്പിന്റെ രുചിയാണ്, ചെവിയിൽ നിന്ന് വരുന്നത് ദുർഗന്ധപൂരിതമാണ്, മൂക്കിൽ നിന്ന് വരുന്നതോ അതിലേറെ മാലിന്യമോ, വായയിൽ നിന്ന് വരുന്ന ഉമിനീര് പോലും ദുർഗന്ധമാ, കഫമാണെങ്കിലോ മാലിന്യമാ. എത്രത്തോളം നിന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലൂടെയും പുറത്തേക്ക് വരുന്നത് വിയർപ്പെന്ന മാലിന്യമല്ലേ. മനുഷ്യ മറുപടി പറ, കിബർ നടിക്കാൻ നിനക്ക് വല്ല യോഗ്യതയുമുണ്ടോ? എത്രത്തോളം നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 9 മാസം കഴിഞ്ഞുകൂടിയല്ലോ. ഈ ഉമ്മാന്റെ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ മലസഞ്ചിയുടെയും മൂത്രസഞ്ചിയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഗർഭപാത്രമെങ്കിലോ ആ ഗർഭപാത്രത്തിൽ 9 മാസം കിടന്നിട്ട് വന്ന നമുക്ക് കിബറല്ലേ. സുബ്ഹാനല്ലാഹ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനവറുകൾ പറയാണ്, മനുഷ്യ നിനക്ക് കിബർ നടിക്കാൻ ഒരു അധികാരവുമില്ല. 2 തവണ മൂത്രക്കുഴലിലൂടെ പുറത്തേക്ക് വന്നവനാ. ഒന്ന് തന്റെ പിതാവിന്റെ മൂത്രക്കുഴലിലൂടെ ഇന്ദ്രിയക്കണമായി മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക്, രണ്ടാമതായി മാതാവിൽ നിന്ന് പുറത്തേക്ക്, ഇങ്ങനെ 2 തവണ മൂത്രക്കുഴലിലൂടെ പുറത്തേക്ക് വന്ന മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ ഒരു അർഹതയുമില്ല. അതുകൊണ്ട് സ്വയം ഒന്ന് ചിന്തിക്ക്, ഞാനൊന്നുമല്ല, ഞാനൊരു പാവമാണ്, ഞാനൊരു സാധുവാണ് എന്ന ചിന്ത എന്നാണോ കടന്നു വരുന്നതെങ്കിൽ അന്നേ നമുക്ക് നന്നാവാൻ കഴിയൂ.